ഇവിടെ ഒരു പാറ്റേൺ കാണുന്നുണ്ട്. ഇതുപോലൊരു പാറ്റേൺ നമുക്ക് നിർമ്മിക്കണം. അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പുകൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കളർ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 6 നിറങ്ങളുടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാറ്റേൺ നിർമ്മിക്കുവാൻ വേണ്ടി തുടർന്ന് നൽകേണ്ട നിർദ്ദേശങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഫോർ ലൂപ്പ് കൊടുക്കണം. ഫോർ, ഇവിടെ ഒരു ചരം ഐ എന്ന ചരം കൊടുത്തു. ഇനി ഇൻ കളർ, ഇൻ CLR എന്നാണ് കൊടുക്കുന്നത്. ഇൻ CLR എന്ന് കൊടുക്കാൻ കാരണം ഇവിടെ കൊടുത്ത അതേ കാര്യങ്ങൾ തന്നെയായിരിക്കണം ഇവിടെയും വരേണ്ടത്. CLR എന്ന് കൊടുത്താൽ CLR തന്നെയായിരിക്കണം. മറ്റെന്തെങ്കിലും പേര് കൊടുത്താൽ അതായിരിക്കണം. അപ്പൊ ഇവിടെ രണ്ടും ഒരുപോലെ തന്നെ കൊടുത്തിരിക്കുന്നു. അതിനുശേഷം കോളൻ ചിഹ്നം ടൈപ്പ് ചെയ്തു, എന്റർ അടിക്കുന്നു. ഇനി റൊട്ടേഷൻ ആണ് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി RT എന്ന് കൊടുത്തു. റൊട്ടേഷനുള്ള നിർദ്ദേശം RT എന്ന് കൊടുത്തു. 60 എന്ന് കൊടുക്കുന്നു. ഇവിടെ 60 തന്നെ കൊടുക്കണം. കാരണം ഇവിടെ കാണുന്ന ലിസ്റ്റിൽ 6 നിറങ്ങളുണ്ട്. അപ്പൊ 6 × 60 360 ആണ്. അതുകൊണ്ടാണ് 60 എന്ന് കൊടുത്തത്. ഇനി എന്റർ അടിക്കുന്നു. ഇവിടെ ഇപ്പോൾ തിരിയുന്നതോടുകൂടി ഈ നിറങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അത് സ്വീകരിക്കുവാനുള്ള നിർദ്ദേശമാണ് ഇനി കൊടുക്കുന്നത്. അതുകൊണ്ട് കളർ എന്ന നിർദ്ദേശം കൊടുത്തു. ബ്രാക്കറ്റ്. ഇവിടെ ചിത്രം ഒന്നുകൂടി നോക്കാം. വരകളുടെ നിറം കറുപ്പാണ്. ഉള്ളിലെ നിറം നമ്മൾ ഇവിടെ ലിസ്റ്റ് പ്രകാരമുള്ള നിറങ്ങളാണ്. അതുകൊണ്ട് വരകളുടെ നിറം ആദ്യം കൊടുക്കാം. അത് ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ കൊടുക്കണം. ബ്ലാക്ക് എന്ന് കൊടുക്കുന്നു. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യുന്നു. കോമ ചിഹ്നം കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന പോലെയുള്ള കളറുകൾ അവിടെ വരുവാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു. ഇവിടെ എന്ത് കൊടുത്തുവോ അത് തന്നെയായിരിക്കണം ഇവിടെയും കൊടുക്കേണ്ടത്. ഐ എന്ന് കൊടുത്തു. കാരണം ഇവിടെ റൊട്ടേഷനോടുകൂടിയാണ് നിറം മാറുന്നത്. റൊട്ടേഷനെ സൂചിപ്പിക്കുന്ന ചരം ഇതാണ്, ഐ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഐ എന്ന് കൊടുത്തത്. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. എന്റർ കീ അമർത്തുന്നു. ഇവിടെ ഇപ്പോൾ നിറങ്ങൾ സ്വീകരിക്കുവാനുള്ള നിർദ്ദേശം കൊടുത്തു. ഇനി നിറങ്ങൾ രൂപത്തിലേക്ക് പകർത്തുവാനുള്ള നിർദ്ദേശമാണ് അടുത്തത് കൊടുക്കേണ്ടത്. അത് പകർത്തുവാനുള്ള നിർദ്ദേശം ബിഗിൻ ഫില്ലാണ്. ഇപ്പോൾ ബിഗിൻ ഫിൽ എന്ന് കൊടുക്കുന്നു. ബിഗിൻ _ഫിൽ 2 ബ്രാക്കറ്റുകൾ കൊടുക്കുന്നു. എന്റർ കീ അമർത്തുന്നു. ഇനി നെസ്റ്റഡ് ലൂപ്പ് കൊടുക്കണം. നെസ്റ്റഡ് ലൂപ്പ് കൊടുക്കാൻ വേണ്ടി ഫോർ j in range എന്ന് കൊടുത്തു. കാരണം ഇവിടെ ഐ കൊടുത്തതാണ്. ഐ തന്നെ ഇവിടെയും കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ j എന്നാക്കിയത്. j സൂചിപ്പിക്കുന്നത് ചതുരത്തെയാണ്. j in range ചതുരത്തിന് 4 വശങ്ങളുണ്ട്. അതുകൊണ്ട് 4 എന്ന് കൊടുത്തു. ഇനി കോളൻ ചിഹ്നം ടൈപ്പ് ചെയ്യുന്നു. എന്റർ കീ അമർത്തുന്നു. ഇനി FT കൊടുക്കുന്നു. ഫോർവേഡ് FT 100 എന്ന് കൊടുത്തു. എന്റർ കീ അമർത്തുന്നു. RT 90 എന്ന് കൊടുക്കണം. RT 90 എന്ന് കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. എന്റർ കീ അമർത്തുന്നു. ഇനിയുള്ള നിർദ്ദേശം കൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ എൻഡ് ഫില്ലാണ് കൊടുക്കേണ്ടത്. എൻഡ് _ ഫിൽ എന്നാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ കൊടുക്കുന്ന സ്ഥാനം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എൻഡ് ഫിൽ എന്ന് കൊടുത്തു. 2 ബ്രാക്കറ്റുകൾ കൊടുത്തു. ഇവിടെ നോക്കുക, ബിഗിൻ ഫിൽ എന്ന് കൊടുത്തിരിക്കുന്നു. അതിന് നേരെ താഴെ തന്നെയായിരിക്കണം എൻഡ് ഫില്ല് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് അതിനെ ബാക്ക് സ്പേസ് അടിച്ച് പിറകിലേക്ക് മാറ്റി ഇനി ഫയലിനെ സേവ് ചെയ്യണം. ഫയൽ സേവ്, പേര് കൊടുക്കുന്നു ആക്ടിവിറ്റി 4-5 എന്ന് കൊടുത്തു. എക്സ്റ്റൻഷൻ കൊടുക്കുന്നു. PY എന്ന എക്സ്റ്റൻഷൻ കൊടുത്തു. സേവ് ചെയ്യുന്നു. ഹോമിലാണ് സേവ് ചെയ്യുന്നത്. ഹോമിൽ സേവ് ചെയ്തു. ഇനി ഇത് പ്രവർത്തിപ്പിച്ചു നോക്കാം. റൺ മൊഡ്യൂൾ.
നമ്മൾ കൊടുത്ത നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള പാറ്റേൺ വരച്ചുകൊണ്ടിരിക്കുകയാണ്. പാറ്റേൺ വരച്ചു കഴിഞ്ഞു.